നിങ്ങളൊരു പേഴ്സണെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ അൺസെറ്റ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം കണ്ടത് 4 ഓഫ് പെൻഡക്കിൾസ് ആണ്, അത് എടുക്കുന്നു. ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, 8 ഓഫ് കപ്സ്, 6 ഓഫ് പെൻഡക്കിൾസ്, ടെമ്പറൻസ്, 3 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് കപ്സ്. ഓക്കെ, സോറി. 4 ഓഫ് പെൻഡക്കിൾസ് വെച്ച് അൺസെറ്റ് ഫീലിങ്സ് ആയതുകൊണ്ട് തന്നെയാണ് അവിടെ 4 ഓഫ് പെൻഡക്കിൾസ് വന്നത്. അവരവരുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല നാച്ചുറലി. ഓക്കെ, അതുകൊണ്ടാണ്. അവരുടെ ഫീലിങ്സിൽ മെയിനായിട്ട് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് എന്ന് തന്നെ കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഈ ചിന്തിച്ച വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമായിരിക്കും കേട്ടോ. പരസ്പരം നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാവുന്നതിൽ നിങ്ങൾ സ്കൂൾ കാലം തൊട്ടുള്ള ഫ്രണ്ട്സോ ഒരേ സമയത്ത് കുട്ടിക്കാലത്ത് ഒന്നിച്ച് വളർന്നവരോ അങ്ങനെയൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും 2-3 കൊല്ലത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇടയിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. യു ആർ കണക്റ്റഡ് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് രണ്ടുപേരും തന്നെ ലൈക്ക് ഓൺലൈൻ ത്രൂ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിലും രണ്ടുപേരും തന്നെ ഇൻ കോണ്ടാക്ട് ആണ് എന്ന് തന്നെ കാണുന്നു. പരസ്പരം എന്താ പറയുക, ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്യാറുണ്ട് എന്നും കാണുന്നുണ്ട്. ഇൻ ടച്ചാണ്, നിങ്ങൾ സംസാരിക്കാറുണ്ടായിരിക്കും, മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, അങ്ങനെ. ഓക്കെ, 8 ഓഫ് കപ്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നും കാണുന്നു. ഓക്കെ, ഒരുപാട് കാലമായിട്ട് അറിയാവുന്നവരാണ്. നിങ്ങൾ വീണ്ടും കണക്റ്റ് ആയിട്ട് വന്നതായിരിക്കും, റീകണക്റ്റ് ആയിട്ട് വന്ന ഒരു റീയൂണിയൻ അങ്ങനെ ഒന്നിച്ച് വന്നതായിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, എന്നും കോണ്ടാക്റ്റിൽ ഇരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ബാലൻസ് ഫീൽ ചെയ്യാറുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാം. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ബാലൻസിൽ എത്തണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടും കൂടി അവർ കണക്കാക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉള്ളത്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ലവേഴ്സ്. അവിടെ അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് കാരണം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും കോട്ടം തട്ടുവോ എന്നുള്ളൊരു വിചാരം കാരണം അവർ ആ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയിൽ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിലേക്ക് അവരുടെ സ്നേഹം പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് മിണ്ടാതിരിക്കാം, സ്നേഹം മനസ്സിൽ ഇരിക്കട്ടെ, തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ അതൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് അവർ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അത് അൺസെറ്റ് ഫീലിങ്സ് ആയിട്ട് മാറിയത്. മനസ്സിലായല്ലോ?